ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നതെന്നറിയോ? മാവേലിക്കരയാണ്. എൻ്റെ അമ്മ വീട്ടിലാണ് വന്നിരിക്കുന്നത്. അമ്മയുടെ തറവാട് പരിസരത്താണ്. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ അമ്മാവൻ്റെ മകളുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. തൊട്ടപ്പുറത്ത് അമ്മായിയും എല്ലാവരും ഉള്ള എല്ലാ വീടുകളും ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്. ഇവിടെ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ചെട്ടികുളങ്ങര ഭരണിയാണ്. നാളെയാണ് ഭരണി. അപ്പോൾ ഇന്നേ ഞാൻ എത്തിയിട്ടുണ്ട്, തലേ ദിവസം. ഇവിടെ കുറേ ചടങ്ങുകൾ, ആചാരങ്ങൾ ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് ഓണാട്ടുകര എന്ന് പറയുന്ന പ്രദേശമാണ്. അപ്പോൾ ഞാനും ഒരു ഓണാട്ടുകരക്കാരിയാണ്. ഇതിപ്പോൾ ഈരേഴ് വടക്ക് എന്ന് പറയുന്ന കരയിലാണ്. അപ്പോൾ ഞാനൊരു ഈരേഴ് വടക്ക് കരയുടെ ഭാഗമാണ്, അതിൻ്റെ ആളാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷമാണ് മാവേലിക്കര വന്നു കഴിഞ്ഞാൽ ഈ ഓണാട്ടുകരക്കാരുടെ ഒരു ഉത്സവം. നമ്മൾ ഈ ഓണം എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ ഓണമാണ്, ഇവിടുത്തെ ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ ഭരണിയും അതോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും. അതിന് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ തലേദിവസം, അതിൻ്റെ തലേദിവസമൊക്കെ ഇവിടെ കുത്തിയോട്ടം, പിന്നെ അതുപോലെ കഞ്ഞി, ദാറ്റ് ഈസ് കുതിരച്ചോട്ടിൽ കഞ്ഞി, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ പോകാൻ പോകുന്നത് കുതിരച്ചോട്ടിലെ കഞ്ഞി, അതായത് ഈരേഴ് വടക്ക് ആൾക്കാരുടെ കുതിരച്ചോട്ടിൽ വെച്ച് നടത്തുന്ന കഞ്ഞി എന്ന് പറയുന്നൊരു വഴിപാടാണ്. അപ്പോൾ ഇത് തന്നെയാണ് മറ്റ് സ്ഥലങ്ങളിലും മറ്റ് കരകളിലൊക്കെ വീടുകളിലും ഇതുപോലെ കഞ്ഞിയുടെ വഴിപാടുണ്ടാകും. അപ്പോൾ ഇതിപ്പോൾ നല്ല കാണാനായിട്ട് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയം 3 നേരമുണ്ട്. രാവിലെ 10 മണിക്ക്, പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 1 മണി, പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം 5 o'clock. ഈ 5 മണിയുടെ കഞ്ഞി കുടിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി ആൾക്കാരെയും കൂടി ഒന്ന് കാണിക്കുന്നു. ഇതെല്ലാം ആണ് ഇവിടെ എൻ്റെ സ്വന്തം ആൾക്കാരാണ്. ഇതെൻ്റെ കുഞ്ഞമ്മ, പന്തളത്തുനിന്ന് വന്നാണ് മണിക്കുഞ്ഞമ്മ. ഇതെൻ്റെ അനിയത്തി, അമ്മാവൻ്റെ മോള് രശ്മിയുടെ ഹസ്ബൻഡ് രാധാകൃഷ്ണൻ, കുടുംബ സുഹൃത്ത്, പേരെന്തായിരുന്നു? ജോജി. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ അമ്മാവൻ്റെ മകൻ രഞ്ജിത്ത് രാമചന്ദ്രൻ ആൻഡ് ന്യൂസ് 18 ന്യൂസ് എഡിറ്റർ ആൻഡ് വൈഫ് കുഞ്ചി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ 2 വീടും ഇങ്ങനെ ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ സ്റ്റേ ആണ്. അപ്പോൾ നമ്മൾ കാണാൻ പോകണു. അപ്പോൾ ഇവരാണ് എന്നെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ എൻ്റെ 2ാമത്തെ വരവാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സീസണിലല്ലേ. ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി നമ്മൾ ഒരിക്കൽ കവർ ചെയ്തതാണ് 8 വർഷം മുന്നേ. പക്ഷേ മാറ്റങ്ങളൊന്നും വരുന്നില്ല ഈ ചടങ്ങുകൾക്കൊന്നും. നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പ്രായം കൂടിയതേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നടക്കുന്നു. അപ്പോൾ അത് നമ്മുടെ എന്താ പറയുക, യൂട്യൂബ് ഫാമിലിക്ക് വേണ്ടി ഞാനിത് കാണിക്കാൻ പോകുന്നു. എൻ്റെ സ്വന്തം ആളാണ്. ഇതാണ് ഇവിടുത്തെ ജാനകി കുട്ടി, രഞ്ജിത്തിൻ്റെ മോളാണ് ജാനി. അപ്പോൾ ജാനിയും വരുന്നു നമ്മളോടൊപ്പം കഞ്ഞി കുടിക്കാൻ. ഓക്കെ, നമുക്ക് പോകാം അല്ലേ. ഇവിടെ കൊഞ്ചുമാങ്ങയ്ക്ക് വേണ്ടി ഉണക്കക്കൊഞ്ച് ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. ചെട്ടികുളങ്ങര ഭരണിയായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ വിൽക്കാനായിട്ട് പല സ്ഥലത്തും വെച്ചിട്ടുണ്ടാവും. 700 രൂപ കിലോ. കൊഞ്ചുമാങ്ങ ഭയങ്കര വിലയായിപ്പോ അല്ലേ? വില കൂടുതലായിരിക്കും ഈ സമയത്ത്, സീസൺ. നല്ല ക്വാളിറ്റി ആയതുകൊണ്ടായിരിക്കും. കൊള്ളത്തില്ല, പറ്റത്തില്ല. മനസ്സിലായി. മേടിക്കാം കേട്ടോ തിരിച്ചു വരുമ്പോൾ. ഓക്കെ, ശരി. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിൽ മാവേലിക്കര പട്ടണത്തിൽ നിന്നും 3.5 കിലോമീറ്റർ അകലെ ചെട്ടികുളങ്ങര ടൗണിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഭദ്രകാളി ക്ഷേത്രമാണ് ചെട്ടികുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം. ദേവി ആദിപരാശക്തിയുടെ സ്വരൂപമായ ശ്രീ ഭദ്രകാളിയാണ് മുഖ്യപ്രതിഷ്ഠ. കിഴക്ക് ദർശനം. ചെട്ടികുളങ്ങര അമ്മ എന്ന പേരിൽ ഭഗവതി അറിയപ്പെടുന്നു. ചെട്ടികുളങ്ങര ഉൾപ്പെടുന്ന മാവേലിക്കര താലൂക്ക്, കാർത്തികപ്പള്ളി താലൂക്ക്, കായംകുളം എന്നിവ ഉൾപ്പെടുന്ന പ്രദേശം പൊതുവായിട്ട് ഓണാട്ടുകര എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ചെട്ടികുളങ്ങര അമ്മയെ ഓണാട്ടുകരയുടെ കുലദൈവം അഥവാ ഓണാട്ടുകരയുടെ പരദേവത എന്ന് വിളിക്കുന്നു. കുംഭമാസത്തിലെ ഭരണി നാളിലാണ് വിശ്വപ്രസിദ്ധമായ കെട്ടുകാഴ്ച നടക്കുന്നത്. കുംഭഭരണിക്ക് സ്ഥലവാസികൾ കൊഞ്ചുമാങ്ങ എന്ന വിഭവം ഉണ്ടാക്കുന്നു. ഇത് വീട്ടിലെ സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഭഗവതിയുടെ പ്രസാദമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിപ്പോ ഉച്ചക്കലത്തെ കഞ്ഞി കഴിച്ചിട്ട് പോകുന്ന ആൾക്കാരല്ലേ? ഇത് ഓരോ സമയം അല്ലേ? 1 മണിയുടെ കഞ്ഞി കഴിഞ്ഞിട്ട് പോവാണ്. 1:30. അത് ഇനി അടുത്ത് നമ്മൾ 5 മണിയുടെ കഞ്ഞിയാണ്. പക്ഷെ കുക്ക് ചെയ്തൊക്കെ ഒന്ന് കാണുകയും കൂടെ ചെയ്യാലോ വിചാരിച്ചു. ഇതിങ്ങനെ കുതിരച്ചോട്ടിലേക്ക് പോവാം. നമ്മൾ 5 മണിയുടെ കഞ്ഞി കുടിക്കാനാണ് പോകുന്നത്. പക്ഷേ അതിൻ്റെ കുക്കിംഗ് കാര്യങ്ങൾ കാണാമല്ലോ. അവല് വിളയിച്ചത്, ഉണ്ണിയപ്പം,
പപ്പടം, പിന്നെ മാങ്ങ അച്ചാർ, കടുമാങ്ങ അച്ചാർ, പിന്നെ മുതിര എന്താ പറയുന്നത്, മുതിരക്കറി എന്നാണോ, മുതിരപ്പുഴുക്ക് കൂടാണ്ടാണ് നമുക്ക് അസ്ത്രമുള്ളത്. ഈരേഴ് വടക്കിൻ്റെ കുതിര കെട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അതാണ് കുതിരച്ചോട്ടിൽ കഞ്ഞി. അതിൻ്റെ ചോട്ടിൽ എന്ന് പറയുമ്പോൾ ഈ ഭാഗത്താണ് കഞ്ഞി കൊടുക്കുന്നത്. ഇപ്പം 5 മണി ആയിട്ടില്ല, ഇപ്പോൾ 1 മണിയുടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ കുതിരച്ചോട്ടിൽ രണ്ടാമത് പോകാം. ഇവിടെ അസ്ത്രമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ്. ഇത് പ്രധാനപ്പെട്ട ഈ പാചക കാര്യങ്ങളുടെ എല്ലാം അദ്ദേഹമാണ് മെയിൻ ഷെഫാണ്. ഇതെല്ലാം ഇവിടെ ഇപ്പം ഇന്നുള്ളത് കഞ്ഞി, അസ്ത്രം, മുതിര എന്താ പറയുക, മുതിരപ്പുഴുക്ക്, അസ്ത്രം, കഞ്ഞി, പിന്നെ അതിനോടൊപ്പം കടുമാങ്ങ അച്ചാറ്, അവല് വിളയിച്ചത്, ഉണ്ണിയപ്പം, പപ്പടം, പഴം. അപ്പം അസ്ത്രം, മുതിര ഇത് വൈകുന്നേരത്തേക്കുള്ള അല്ലേ, 5 മണിക്ക്. ഇനി 5 മണിയുടെ കഞ്ഞിക്കുള്ളതാണ് തയ്യാറെടുക്കുന്നത്. അപ്പം തേങ്ങയെല്ലാം ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നു. ഇനി അപ്പോൾ മുതിര വെന്ത് കഴിഞ്ഞോ? ഓക്കെ, അങ്ങോട്ട് പോവാം. ലാർജ് സ്കെയിൽ കുക്കിംഗ് കേട്ടോ, ലാർജ് സ്കെയിൽ. മുതിര വാർപ്പിലാണ് മുതിര. അറ്റ് എ ടൈം ഒരു 2500-3000 പേര് കഴിക്കുന്നുണ്ട്. ഇത് 3 സമയമാണ്. ആദ്യത്തെ കൊടുക്കുന്നത് രാവിലെ 10 മണിക്ക്, അന്നേരവും കാണും, പിന്നെ 1 മണിക്കുള്ളതും കാണും, പിന്നെ വൈകുന്നേരം 5 മണിയുടെയും കാണും. അപ്പോൾ ഏകദേശം ചില ദിവസങ്ങളിൽ 10,000 അതിൽ ആൾക്കാർ ഈ കഞ്ഞി കുടിക്കാനായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. ഇങ്ങനെ 13 കരകളിൽ, ഒരു സ്ഥലത്ത് മാത്രമേ, നമ്മളിപ്പോൾ ഒരു കരയിലാണ് നിൽക്കുന്നത്, ഈരേഴ് വടക്ക്. പക്ഷേ അതുപോലെ ബാക്കി 12 കരകൾ വേറെ ഉണ്ട്. എല്ലായിടത്തും ഇത് തന്നെ നടക്കുന്നത്. മുതിരയൊക്കെ വേവിച്ചിട്ട് ഇനി ഇതിനകത്ത് ബാക്കി കാര്യങ്ങളൊക്കെ അരച്ച് തേങ്ങ, വെളുത്തുള്ളി, ജീരകം ചതച്ചിട്ടിട്ട് വെളിച്ചെണ്ണ ഉടച്ചെടുക്കും അല്ലേ, കുരുമുളക് പൊടി. അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. പിന്നെ അസ്ത്രത്തിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇവിടുത്തെ നാടൻ കൃഷി, പണ്ട് തൊട്ട് ഇവിടെ ഉള്ള കൃഷി വിഭവങ്ങൾ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. മുതിര എല്ലാം ആണെങ്കിലും ഇതിപ്പോൾ ചേനയുണ്ട് അല്ലേ, കാച്ചിൽ, വെട്ടിയമ്പ്, കപ്പക്കിഴങ്ങ്, കൂർക്കയുണ്ട്, പിന്നെ ക്യാരറ്റ്, വെള്ളരിക്ക. ഈ ക്യാരറ്റൊക്കെ പിൽക്കാലത്ത് വന്ന അഡീഷൻസ് ആയിരിക്കും അല്ലേ, പണ്ടത്തെ കാലത്ത് ക്യാരറ്റ് ഇല്ല, ഭംഗിക്കിടുന്നതാണ്. പക്ഷേ റിയലായിട്ട് ഇങ്ങനത്തെ ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ, പച്ചയത്തൊക്കെ, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു അസ്ത്രം. അസ്ത്രത്തിൻ്റെ അരപ്പെന്ന് പറയുമ്പോൾ തേങ്ങായും ചുമന്നുള്ളി, ജീരകം, ഉലുവാപ്പൊടി. അപ്പോൾ അസ്ത്രം അതങ്ങനെ. അപ്പോൾ കടുക്. അപ്പോൾ ഇതൊക്കെ ഇപ്പം നടക്കാൻ പോവാണ് ഇവിടെ. ഈരേഴ് വടക്ക് കരയുടെ പ്രസിഡന്റാണ്. എന്താ പേര് സാർ? രാജേഷ്. ഇവരെല്ലാം അതിൻ്റെ പ്രധാന കമ്മിറ്റി അംഗങ്ങളാണ്. ഓക്കെ, മുൻ പ്രസിഡന്റ് വന്നിട്ട് സാർ. കരയുടെ ഏറ്റവും മുതിർന്ന ആളാണ് സാർ. അതിന് പഴയ പ്രസിഡന്റ് ഈരേഴ് വടക്ക് കര. അപ്പം ഞാൻ ഈരേഴ് വടക്ക് കരയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ഞാൻ നേരത്തെ വന്നു, ഒരു 8 years ബാക്ക് വന്ന് എടുത്തിട്ടുണ്ട് ഇതെല്ലാം. അപ്പോൾ എല്ലാവരും ചേർന്നിട്ടുള്ളൊരു കൂട്ടായ്മയുടെ ഒരു കഥയും കൂടിയാണ് ഇതെല്ലാം. ഭയങ്കര രസമാണ്. ഇത് നിങ്ങൾക്കൊരു ഭയങ്കര ഫെസ്റ്റിവലല്ലേ, കഴിഞ്ഞ ഒരു 8 ദിവസമായിട്ട് ഒരു ആഘോഷം തന്നെയാണ്. നാട് ഒന്നടങ്കം ഒരാഴ്ചയായിട്ട് നാട് ഒന്നടങ്കം ഇൻവോൾവ് ചെയ്ത്. ഇപ്പോൾ ഇവിടെ വരാൻ പറ്റാതെ വിദേശത്തൊക്കെ ഇരിക്കുന്നവർക്ക് ഭയങ്കര വിഷമമായിരിക്കും അല്ലേ, അവർക്കിതൊക്കെ കാണുമ്പോൾ. അയ്യോ, അവിടെ തുടങ്ങിയോ? ഓ അത് ശരി. പുറത്തൊക്കെ കഴിഞ്ഞ വർഷം പോയായിരുന്നോ? അവിടെ പോയി ഇതൊക്കെ ചെയ്തു? ആണോ, എല്ലാം തുടങ്ങി. അത് ശരി. ഇപ്പൊ അവിടെയും കൂടെ തുടങ്ങിയിരിക്കുക പാരലായിട്ട്. അത് ശരി, സംഘടന തന്നെ വന്നു. അത് ശരി, ഓക്കെ, കൊള്ളാമല്ലോ. അവിടെയൊക്കെ പോകുന്നുണ്ടല്ലേ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ ഒരു ക്യാപ്പ് പോലെ അല്ലേ ഇങ്ങനെ വെക്കുന്നത്. പക്ഷെ ഇത് അതല്ല, ഇത് ഓല വെച്ചിട്ട് റിങ്ങാ. ഇത് എന്താ പറയാ? തട. ഇതിന്റെ അകത്താണ് തൂശനില വെച്ച് പുറത്ത്. അപ്പൊ ഇത് ഇടുമ്പോ താഴും അല്ലെ, കഞ്ഞി ഒഴിക്കുമ്പോ താഴും. ഇപ്പൊ തറയിലിരുന്നാണ് കഴിക്കുന്നത്. നമ്മൾ തറയിൽ ചമ്രമടി നിന്ന് കഴിക്കും. ഈ തട വെച്ചിട്ട് അതിന്റെ അകത്തേക്ക് പ്ലാവല കൂട്ടി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കോരി കുടിക്കുന്നു തൂശനിലയിൽ. അപ്പൊ അത് ഞാൻ കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പൊ അത് ഇഷ്ടംപോലെ ഉണ്ട്, ഇങ്ങനെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. 100 കിലോ അരിയുടെ കഞ്ഞിയാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 150 കിലോ. ഈ റേഞ്ചിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇത് 5 മണിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2500 പേര്. അതിൽ 125. ഇതിൽ 100. എല്ലാം കൂടി കുറേ കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട്. 100 കിലോ ഈ വാർപ്പിൽ. ഇതിങ്ങനെ 7 ദിവസവും ഉണ്ടാകും അല്ലേ? 7 ദിവസം ഉണ്ടാകും, 3 നേരം. ഇന്ന് ലാസ്റ്റ് ഡേ ആണ് അല്ലേ? നാളെ 600 പറ വെന്ത് കഴിഞ്ഞു ഓൾറെഡി. ഇത് 600ാമത്തെ പറ റൈസാണ്.
പച്ചക്കറികളെല്ലാം ഇടാൻ പോവല്ലേ? ഇതിലിപ്പോൾ എന്തൊക്കെയുള്ള? മഞ്ഞപ്പൊടി, മുളക് പൊടി, കറിവേപ്പില. വെള്ളം തിളയ്ക്കാൻ തുടങ്ങുന്നു. അരിഞ്ഞു വെച്ച അസ്ത്രത്തിനുള്ള പച്ചക്കറികളെല്ലാം കൂടെ ഇടുക. നല്ല ചൂടാണ് ഇവിടെ കേട്ടോ, വലിയ വാർപ്പിൽ. ആഹാ, ആഹാ, എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കഴിഞ്ഞു കംപ്ലീറ്റ്. സാധാരണയായിട്ട് ഈ പ്രദേശങ്ങളിൽ, ഉൾനാട്ടുകര പ്രദേശങ്ങളിലൊക്കെ ഉള്ള ഇവിടെ തന്നെയുള്ള തനതായ ഈ നാടൻ പച്ചക്കറികൾ വെച്ചാണ് ചെയ്യുന്നത്, ഈ കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ. അതാണ് ഈ മുതിരയാണെങ്കിലും കൃഷി ചെയ്യുന്ന വിഭവമാണ്. ഇനിയുണ്ട് കേട്ടോ, തീർന്നിട്ടില്ല. ഇനി ഒരു സെറ്റും കൂടി വരുന്നുണ്ട് അതിനകത്തേക്ക് ഇടാൻ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പച്ചമുളകും കറിവേപ്പില ഇട്ടിട്ടാണ് വെള്ളം തിളപ്പിച്ചത്. ഇനി ഇതിൽ തേങ്ങ, കുറച്ച് ഉലുവാപ്പൊടി, പിന്നെ കൊച്ചുള്ളി, ജീരകം, ഇത്രയാണ് അരപ്പായിട്ട് ചേർത്തത്. മുതിരപ്പുഴുക്കിൻ്റെ ഫൈനൽ സ്റ്റേജാണ് ഇത്. കുരുമുളക് പൊടി, ഉപ്പ്, മുളക്, തേങ്ങ, ജീരകം, അതും കൂടെ അരച്ചതാണ്. ഇവിടെ വെളുത്തുള്ളി. അപ്പോൾ ഉപ്പിട്ടു. അത് കഴിഞ്ഞ് കുരുമുളക് പൊടി, വേവിച്ച മുതിരയിൽ അരപ്പരച്ച് വെച്ചിരിക്കുന്നതിൽ ജീരകം, വെളുത്തുള്ളി, മുളക് പൊടി, തേങ്ങ തരിതരിപ്പായിട്ട് അരച്ചതാണ്. അതും കൂടി ചേർക്കും. വെളുത്തുള്ളി, ജീരകം, മുളക് പൊടി, തേങ്ങ, ഈ ഒരു പാകത്തിനാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. ഭയങ്കര പാടല്ലേ ഇത്രയും ക്വാണ്ടിറ്റിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇത്രയും മുതിര ഒരു വലിയൊരു വാർപ്പ് നിറച്ച. ഇത് എത്ര സമയം എടുത്തിട്ടാണ് ഇത് വേവിക്കുന്നത്? ഈ മുതിര എത്ര സമയം എടുക്കുന്നുണ്ടാവും വേകാനായിട്ട്? 4 മണിക്കൂർ. ഇതിൽ തന്നെ വാർപ്പിലിട്ട് തന്നെ ചെയ്യുന്നേ? വെള്ളം വറ്റി വരും. 4 മണിക്കൂർ. നല്ല വേഗമുള്ള കാര്യമാണ്. അപ്പോൾ വേവിച്ചെടുക്കുക. ഞാൻ അരപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ആണ്. ഇനി ഇത് മിക്സ് ചെയ്യാൻ പോവാണോ? ഇപ്പോൾ അവിടെ റെഡി ആയി കഴിഞ്ഞാൽ അസ്ത്രം ഇസ് റെഡി. ആ സൈഡിൽ കഞ്ഞിസദ്യയുടെ ചെറിയൊരു ഐതിഹ്യം ഇപ്രകാരമാണ്. ചെട്ടികുളങ്ങരയിലെ ഒരു ബ്രാഹ്മണ കുടുംബമായ താഴവന ഇല്ലത്ത് പുരമേച്ചിൽ നടക്കുകയായിരുന്നു. പുരകെട്ടുകാർക്ക് ഉച്ചഭക്ഷണം കഞ്ഞിയും മുതിരപ്പുഴുക്കും അസ്ത്രവുമായിരുന്നു. മേച്ചിൽക്കാർക്ക് കഞ്ഞി വിളമ്പിക്കൊണ്ടിരുന്നപ്പോൾ അപരിചിതയായ ഒരു മധ്യവയസ്ക അവിടെ എത്തുകയും തനിക്കും കൂടി ഭക്ഷണം നൽകുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഗൃഹനാഥൻ ഉടനെ തന്നെ ഇലതട, അതായത് ഓലക്കാൽ വളച്ചുണ്ടാക്കിയ വളയമാണ് തട, ഇലതടയിട്ട് ആ സ്ത്രീക്ക് ഭക്ഷണം നൽകി. കഞ്ഞി കുടിച്ച ശേഷം സ്ത്രീ വടക്കു ഭാഗത്തുള്ള കുളത്തിലിറങ്ങി മുഖം കഴുകി വീണ്ടും വടക്കോട്ട് നീങ്ങി. സ്ത്രീയെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഇല്ലത്തെ അന്തർജനം ഒരു പ്രകാശം ജ്വലിച്ചുയർന്ന് ഈ സ്ത്രീ അപ്രത്യക്ഷയാകുന്നത് കാണുകയും ഭയന്ന് ബോധരഹിതയായി വീഴുകയും ചെയ്യുന്നു. ദേവി മുഖം കഴുകിയ കുളം ഇന്നുമുണ്ട്. ദേവി അപ്രത്യക്ഷമായ സ്ഥലമാണ് ഇന്ന് ക്ഷേത്രത്തിലെ മൂലസ്ഥാനം. ബോധം വീണ് കിട്ടിയ അന്തർജനം തനിക്കുണ്ടായ അനുഭവം കൂടി നിന്നവരെല്ലാം ധരിപ്പിക്കുന്നു. ഇതാണ് കഞ്ഞിസദ്യയുടെ ഒരു ചെറിയ ഐതിഹ്യം. അസ്ത്രം ലാസ്റ്റ് സ്റ്റേജിലാണ്. പപ്പടം അപ്പുറത്തെ സൈഡിൽ വറുത്ത് തുടങ്ങി. അസ്ത്രത്തിൽ അവസാനം കുറച്ച് തൈരൊക്കെ ഒഴിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. കഞ്ഞിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂട്ടാണ് അസ്ത്രം. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ഇനിയിപ്പോൾ കഞ്ഞി കൂടി. അപ്പോൾ ആ കുതിരച്ചോട്ടിൽ പോയി അവിടുത്തെ വിശേഷങ്ങളും ഒന്ന് കണ്ടിട്ട് നേരെ കഞ്ഞി കുടിക്കാനായിട്ട് തുടങ്ങും. നാനാ ദിക്കിൽ നിന്നുമാണ് ആൾക്കാർ വരുന്നത്. ഈ 3 നേരത്തെ ഭക്ഷണം കഴിക്കാനും 2500ഓളം ആൾക്കാർ വരുന്നുണ്ട് ഓരോ പ്രാവശ്യം. ഒരു ദിവസം 10,000 വരെ കഴിക്കുന്ന ദിവസങ്ങളുണ്ട്. ഇത് നോക്കിയാൽ പ്ലാവില കൂട്ടി വെച്ചിട്ടുണ്ട്. ഇത് കോരിയാണ് കഞ്ഞി കുടിക്കുന്നത്. പിന്നെ തറയിലിരുന്ന് തന്നെ കഴിക്കണം. അവിടെ തട എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, തെങ്ങോല വെച്ചിട്ട് നോക്കിയേ തട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് റൗണ്ട് ഷേപ്പിൽ. ആ തടയുടെ മുകളിലേക്ക് വാഴയില വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കഞ്ഞി വിളമ്പിത്തരാൻ പോകണം. അത് ഞാൻ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും അത് മനസ്സിലാവും എങ്ങനെയാണ്. അപ്പോൾ അവിടെ ഇപ്പം തന്നെ ആൾക്കാർ ക്രൗഡ് ഇരുന്ന് തുടങ്ങി കുതിരച്ചോട്ടിലെ കഞ്ഞി സദ്യ കഴിക്കാനായിട്ട്. എൻ്റെ സ്ഥലം ഞാൻ ബുക്ക് ചെയ്യാൻ പോവുകയാണ്. കാര്യം ഞാനിനി കുതിരച്ചോട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ സീറ്റ് കിട്ടില്ല. അപ്പോൾ മണിക്കുഞ്ഞമ്മയും പിന്നെ കുഞ്ചിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ സൈഡിൽ സീറ്റ് എനിക്ക് റെഡിയാണ്. നോക്കട്ടെ.
ഈ ക്ഷേത്രത്തിൽ നടത്തിവരുന്ന നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു ഉത്സവമാണ് കുംഭഭരണി നാളിലെ കെട്ടുകാഴ്ച. ചരിത്ര പ്രസിദ്ധമായ ചെട്ടികുളങ്ങര കെട്ടുകാഴ്ച യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. കെട്ടുകാഴ്ചയുടെ ഭാഗമായ കുതിര എന്ന രൂപത്തിന് കുതിര എന്ന ജീവിയുമായി താരതമ്യം ചെയ്യുവാനുള്ള ഒരു രൂപമല്ല ഉള്ളത്. അതിന് അമ്പരചുംബിയായ ഗോപുരം പോലെയുള്ള ഒരു രൂപമാണുള്ളത്. ഓരോ കുതിരയ്ക്കും മുകളിൽ 7, താഴെ 6 എന്ന കണക്കിൽ 13 എടുപ്പുകൾ കാണാം. കുതിരയ്ക്ക് 125 അടിയിലധികം പൊക്കവും ഉണ്ടാകും. 4 ചക്രങ്ങളിൽ ഉറപ്പിക്കുന്ന അടിച്ചട്ടത്തിന്റെ മുകളിലാണ് ഓരോ തട്ടുകളും പണിതുറപ്പിക്കുക. സമചതുരാകൃതിയിൽ ഒരേ വലിപ്പത്തിൽ മേൽക്കൂടാരം വരെ പോകുന്നതാണ് കുതിരയുടെ ഘടന. അടിക്കൂടാരം, ഇടക്കൂടാരം, മേൽക്കൂടാരം എന്ന 3 ഭാഗങ്ങൾ കുതിരയ്ക്കുണ്ട്. ഇടക്കൂടാരത്തിനും അടിക്കൂടാരത്തിനും ഇടയിലുള്ള സ്ഥലത്താണ് നെറ്റിപ്പട്ടവും തിടമ്പും ദാരുശില്പങ്ങളും ഒരുക്കുക. പിരമിഡ് ആകൃതിയും നീണ്ട നാമ്പും കൂടിയതാണ് മേൽക്കൂടാരം. അടിത്തട്ടിന് മുകളിലോട്ടുള്ള തട്ടുകൾ നിലത്തുവെച്ച് പണിക്കൂറ തീർത്ത് കപ്പിയും കയറും ഉപയോഗിച്ച് ഉയർത്തി ഒന്നിനു മുകളിൽ ഒന്നായി ചട്ടത്തിൽ ഉറപ്പിക്കുന്നു. വെള്ളത്തുണിയും തെങ്ങോലകളും വർണ്ണക്കടലാസുകളുമാണ് അലങ്കാര പണിക്ക് ഉപയോഗിക്കുന്നത്. തേരിനേക്കാൾ വർണ്ണവൈവിധ്യം കുതിരയ്ക്കുണ്ടായിരിക്കും. ചെട്ടികുളങ്ങരയിലെ 13 കരകളിൽ നിന്നുമായിട്ട് 6 കുതിരയും 5 തേരും ഭീമനും ഹനുമാനുമാണ് അണിനിരക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈരേഴ് വടക്കിൻ്റെ കുതിരച്ചോട്ടിലാണ്. ഇവിടെ ഇപ്പോൾ പണി പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ പിന്നിൽ നോക്കിക്കോളൂ. ഇതിപ്പോൾ ഇവിടുത്തെ ഈ ഈരേഴ് വടക്കിലെ കുതിരയെ ഇങ്ങനെ നല്ല തള്ളി ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണ് കേട്ടോ, കുറച്ച് പുഷ് ചെയ്തിട്ട്. അതിൻ്റെ ഹൈറ്റൊക്കെ നോക്കിക്കോളൂ. ഇതുപോലെ തന്നെയാണ് ഇവിടുത്തെ 13 കരകളിലും. ഒരു 5 രഥം, 6 കുതിര, പിന്നെ ഹനുമാൻ, ആ ഒരു സങ്കല്പത്തെ മൂവ് ചെയ്യുന്നത് നോക്കിയേ. ഇത് ടോട്ടലി കഠിന അധ്വാനത്തിലൂടെയാണ് മാനുവലായിട്ടാണ് പുഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുതിരച്ചോട്ടിലാണ് ഇവിടുത്തെ കഞ്ഞിസദ്യ നടക്കുന്നത്. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയും കൂടിയാണ്. ഇത് കുതിരച്ചോട്ടിൽ തന്നെ കഞ്ഞിസദ്യ നടത്തുന്ന ഒരു കാര്യം. എത്ര ദിവസത്തെ അധ്വാനമാണെന്ന് അറിയാം ഇതൊക്കെ. പഴയ കാലത്ത് ഇവിടെ പാടങ്ങളിലൊക്കെ എള്ള് കൃഷി, ആ എള്ള് കൃഷി സ്ഥലങ്ങളിലൂടെയാണ് ഇതിങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ എള്ളിൻ്റെ ആ പാടത്തിലൂടെ പോകുമ്പോൾ ഒരു എന്താ പറയുക, ഇതിൻ്റെ ആ മൂവ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഒരു സുഗമമായിട്ട് പോകും എന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ശരിക്കും അല്ലാത്ത നിലത്ത് കൂടെയാണ് ഇങ്ങനെ ഇത് പുഷ് ചെയ്ത് കൊണ്ടുപോകണത്. ഇതെല്ലാം ദേവീ സന്നിധിയിലേക്കാണ് നാളെ പോകുന്നത്. അപ്പോൾ അവിടുത്തെ മൈതാനത്തിൽ ഈ 13 കരകളുടെയും രഥവും കുതിരയും അങ്ങനെ ഹനുമാനും എല്ലാം അവിടെ വന്നിങ്ങനെ നിരന്നിങ്ങനെ നിൽക്കുക. അതാണ് അതിൻ്റെ ഒരു ഫൈനൽ ക്ലൈമാക്സ്. അത് ഭരണി ദിവസമാണ് നടക്കുന്നത്, കുംഭഭരണിയുടെ അന്ന്. അപ്പോൾ ഈരേഴ് വടക്കിൻ്റെ കുതിരയുടെ ആ ഒരു കെട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് ഞാൻ. നാളെയാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലൊരു മകുടം പോലെ ഒരു റെഡ് കളറിലൊരു സംഭവം കൂടി വരും, ഏറ്റവും ടോപ്പ്. ഇതൊക്കെ എങ്ങനെ വെക്കുന്നു നമുക്ക് അതിശയം തോന്നും കേട്ടോ. ഫുള്ളി മാനുവലായിട്ട് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് കുതിരച്ചോടെന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ കഞ്ഞി കുടിക്കാനായിട്ട്, അവിടെ എല്ലാം സെറ്റാണല്ലോ. അപ്പോൾ ഇവിടെ നിന്നിങ്ങനെ താലപ്പൊലി ഏന്തിയ ലേഡീസ് വരും. അതോടൊപ്പം കുത്തിയോട്ട പാട്ട് പാടിയിട്ടാണ് ആ കഞ്ഞി കുടിക്കുന്ന ആ ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ അതൊരു ചടങ്ങാണ്. എല്ലാ കഞ്ഞി കുടിയും, അപ്പോൾ രാവിലത്തെ ആണെങ്കിലും 10 മണിയുടെ ആണെങ്കിലും ഉച്ചയ്ക്ക് 1 മണിയാണെങ്കിലും ഇപ്പോൾ ഈവനിങ് 5 o'clock ആണെങ്കിലും ഇതിൻ്റെ എല്ലാ കഞ്ഞികുടിയുടെയും മുന്നോടിയായിട്ട് ഇങ്ങനെ കുതിരച്ചോട്ടിൽ നിന്നും താലപ്പൊലി ഏന്തിയ വനിതകളും അതോടൊപ്പം കുത്തിയോട്ട പാട്ടോടുകൂടി ആ ഒരു എന്താ പറയുക ചടങ്ങോടുകൂടിയാണ്, വളരെ ആചാരപൂർവ്വം ദേവിയെ സ്മരിച്ചുകൊണ്ടാണ്. ഇതൊക്കെ ഒരു സമർപ്പണമാണ് ഈ കഞ്ഞി കുടിക്കാനായിട്ട് എല്ലാവരും പോകുന്നത് ആ ഭാഗത്തേക്ക്. അത് നമുക്കിപ്പോൾ തന്നെ കാണാം. അപ്പോൾ ഇവിടെ വെടി പൊട്ടിക്കഴിഞ്ഞു. ഇതാണ് വെടി വഴിപാടോടുകൂടിയാണ് ഇവിടെ ഇനിയിപ്പോൾ താലപ്പൊലി ഏന്തിയ ആൾക്കാർ കുത്തിയോട്ട പാട്ടുമായിട്ട് ഇവിടെ നിന്ന് പോകും. na 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 na
താലപ്പൊലിയേന്തിയ വനിതകളും അതോടൊപ്പം കുത്തിയോട്ടപ്പാട്ടും ഒക്കെ ആയിട്ട് താളത്തിൽ ഇതേ വരുന്നു. ഇവിടെ കംപ്ലീറ്റ് കഞ്ഞി കുടിക്കുന്ന ഭാഗമെല്ലാം കഞ്ഞി സദ്യയുടെ സീറ്റ് ഫുള്ളായി കഴിഞ്ഞത്, നിറച്ചാൾ അങ്ങോട്ട് നോക്കിയാൽ കാണാം. കീഴടക്ക് 40 നമ്പർ ഹൈന്ദവ രയോഗത്തിന്റെ വകയായിട്ട് നടത്തപ്പെടുന്ന കഞ്ഞിയാണ് ഈ വർഷത്തെ മുടിവിലത്തെ, അതായത് 18ാമത്തെ കഞ്ഞിയാണ്. 18ാമത്തെ കഞ്ഞി. ഓക്കെ. ഇരേഴ് വടക്കിൻ്റെ 40 നമ്പർ ഹൈന്ദവ. 40 നമ്പർ. പ്രായമായവർക്കും പിന്നെ ദൂരെ നിന്ന് വരുന്നവർക്കും, പ്രായമായവർക്കും ദൂരെ നിന്ന് വരുന്നവർക്കും വേണ്ടിയിട്ട് നമ്മൾ വളരെ രണ്ട് ഇതായിട്ടല്ല, അതായത് ഇരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ബുദ്ധിമുട്ടുള്ളവർക്ക് നിന്ന് പാത്രത്തിൽ വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കും. അതിന് പ്രത്യേകിച്ച് സജ്ജീകരിച്ചിട്ടുണ്ട് ഒരു ഏരിയ കംപ്ലീറ്റ്. പാർസൽ കൗണ്ടർ. അപ്പോൾ പാർസൽ കൗണ്ടറിൽ നമ്മൾ വിളമ്പി ഞാൻ ഒന്ന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഓ ഇനി ഞാൻ എൻ്റെ കഞ്ഞി കുടിക്കാൻ പോവാണ്. എൻ്റെ സ്ഥലം അവിടെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ കട, ഇതിൻ്റെ മുകളിലായിട്ട് ഇനി നമ്മുടെ വാഴയില വെക്കുന്നു. വെച്ചിട്ട് ഇതിൽ ചൂട് കഞ്ഞി ഒഴിക്കുമ്പോൾ ഇത് താഴെ കുറച്ചൊന്ന് താഴ്ന്നിങ്ങനെ അകത്തേക്ക് പോകും. എല്ലാവരും ചമ്രം പടിഞ്ഞിരുന്നാണ് കഴിക്കുന്നത്. ഇത് ജാതിഭേദമന്യേ വലിപ്പച്ചെറുപ്പമില്ലാതെ വളരെ ഒത്തൊരുമയോടുകൂടി ഒരു എന്താ പറയുക ജനകീയമായ രീതിയിൽ ദേവിയുടെ മുന്നിലുള്ളൊരു സമർപ്പണമാണിത്. ശരിക്കും ദേവിയുടെ ഇതൊരു നേർച്ചയാണ് ഈ കഞ്ഞി എന്ന് പറയുന്നത്, കഞ്ഞി സദ്യ. ഓക്കെ, കുതിരച്ചോട്ടിൽ ഇത് പങ്കെടുക്കാൻ പറ്റുക എന്ന് വെച്ചാൽ എവിടെ നിന്നൊക്കെ അറിയാം ആൾക്കാർ വരുന്നത്. ഇവിടുത്തെ ആൾക്കാർ മാത്രമല്ല, ഇതിൻ്റെ അല്ലേ ചുറ്റുവട്ടത്തുള്ള പല സ്ഥലത്തുനിന്നും ആൾക്കാർ വരുന്നില്ലേ, ഒരുപാട് സ്ഥലത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്. കഴിക്കുമ്പോൾ അത് നമുക്ക് ദേവിയുടെ സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യുമെന്നാണ് പറയുന്നത്. ആ ഒരു നമ്മളും അതിൻ്റെ ഭാഗമാകുമല്ലേ, പ്രാർത്ഥനയോടുകൂടിയാണ് ഇതെല്ലാം. ഈ ഓരോ പ്രാവശ്യത്തെയും കഞ്ഞിയും കറിയൊക്കെ തയ്യാറാക്കുന്ന ഓരോരുത്തരുടെ നേർച്ചയാണ്. അങ്ങനെ കുറേ പേരുടെ നേർച്ച ബുക്കിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് അതെല്ലാം നടന്നു കഴിയുമ്പോൾ അതിന് ആ സങ്കല്പത്തിൽ അവർ ഇങ്ങനൊരു നേർച്ച ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ അസുഖങ്ങൾ മാറാൻ അങ്ങനെയല്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് ആ ആഗ്രഹം നടന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവർ നേർച്ച എന്തിനാണോ ചെയ്തത് അത് നടന്നു കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നേർച്ച സഫലമാകുന്ന ഇങ്ങനെ കഞ്ഞിസദ്യ നടത്തിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ പൈസ ഇവിടെ കൊടുക്കുന്നു. എല്ലാവരും ഇങ്ങനെ നിരനിരയായിട്ടിരിക്കുന്നുണ്ട്. അതായത് ഒരു റോയിൽ ഈ സൈഡിലേക്കും ആ സൈഡിലേക്കും ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. രണ്ടുപേര് വെച്ചിട്ട്. അങ്ങനെ അവിടെ തൊട്ട് 1, 2, 3, 8, 10, 12 നിരകളുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഞാൻ പറഞ്ഞില്ലേ ഒരു 2000-2500 പേര് ഒരേ സമയം ഭക്ഷണം കഴിക്കരുത്. 5 മണി സമയം 5:30 ഈ സദ്യ ഇപ്പോൾ കഞ്ഞി സദ്യ കഴിക്കുന്നത്. ഇത് 3ാമത്തെ സദ്യ ഇന്നത്തെ. ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. രശ്മി എൻ്റെ അടുത്തുണ്ട്, ഞാനുണ്ട്, പിന്നെ മണിക്കുഞ്ഞമ്മയുണ്ട്, മോളുണ്ട്, ജാനിയുടെ അമ്മ നമ്മുടെ രഞ്ജിത്തുണ്ട്, അച്ഛൻ്റെ പഴയ ബോസ് രഞ്ജിത്ത്, കുഞ്ചിയുണ്ട്. കുഞ്ചി എല്ലാവരും ഈ റോയിൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരിക്കുക. അവല് വിളയിച്ചത്, ഉണ്ണിയപ്പം, ഇത് പ്ലാവില കൂട്ടിയത്, കഞ്ഞി കുടിക്കാൻ, ഇത്രയും കാര്യങ്ങൾ ഇവിടെയായി. മുതിര ഇതിനകത്താണോ തരുന്നത്? ഈ സൈഡിലെ ഇത് എവിടെ വെക്കും? ഈ സൈഡിലോട്ട് വെച്ചോളൂ. യെസ്. ഈ തടയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഈ ഇല കയറി പോകണം. കാര്യം അത് വാടും. ഈ ചൂട് കഞ്ഞി ഒഴിക്കുമ്പോൾ വാടി ഇത് കുഴിയായിട്ട് അകത്തേക്ക് പോകും. അതാണ് അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ. നീ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുവാടെ. യെസ്. ഇപ്പോൾ ഇതിനകത്തേക്ക് കഞ്ഞി ഒഴിച്ചു തരും. യെസ്. കണ്ടോ? അപ്പോൾ താന്നു. ഇപ്പോൾ വാടി താഴോട്ട് പോയി. യെസ്. അത് കംഫർട്ടബിളാണ്. അപ്പോൾ കണ്ടല്ലോ കുഴിയിലേക്ക് പോയി. താങ്ക് യു. പഴം കിട്ടി. ഇതൊക്കെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ കളക്ട് ചെയ്ത് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൊണ്ട് വെക്കണം. ഇത് നമ്മുടെ മുതിര, ഇത്
ഇതാ ഉണ്ണിയപ്പം, അവല് എല്ലാം സെറ്റാണ്. ഇനി അസ്ത്രം ഇതിനകത്തേക്ക് ഒഴിക്കും. കടുമാങ്ങയും വരും. വേണ്ട അല്ലേ? ഓക്കെ. വസ്ത്രവും ഒഴിച്ചു. ഗംഭീരമാണല്ലോ, കാണുന്നുണ്ടല്ലോ. അതെ, ഇനിയാണ് പരിപാടി. ഇങ്ങനെ എടുക്കുന്നു. ഭയങ്കര ചൂടാട്ടോ. കഞ്ഞിയും അസ്ത്രവും നല്ല കോമ്പിനേഷൻ. ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇടയ്ക്ക് മുതിരയും കൂടി എടുക്കുക. അല്ലാതെയും കഴിക്കാം. ഓക്കെ, മുതിര എടുത്തു. കടുമാങ്ങയും കൂടി വരുന്നു. ഈ അടിപൊളി. ഓ മൈ ഗോഡ്. ഇത് ദേവിയുടെ പ്രസാദം പോലെ കഴിക്കാം. സോറി, പപ്പടം വരുന്നേ. പപ്പടം കഞ്ഞി സദ്യ ഭംഗിയായിട്ട് കഴിച്ചു. അതെ, സന്തോഷമായി. അപ്പോൾ ഞങ്ങൾ ഇനി എല്ലാവർക്കും കൂടെ ചേർന്നിരുന്ന് ആൾക്കാരെ എല്ലാം ബന്ധുമിത്രാദികളെയും കൂട്ടുകാരെയും എല്ലാവരെയും കാണാൻ പറ്റും. അങ്ങനെ ജന്മനാട്ടിൽ അതെ ഒരു ദിവസം ചെലവഴിച്ചു. അതെ, ചെട്ടികുളങ്ങരമ്മയുടെ കഞ്ഞി കുടിച്ചു. അനുഗ്രഹത്താൽ ഇതൊക്കെ സാധിക്കുന്നു, അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ആൾക്കാർ ഇരിക്കുന്നു, കഴിക്കുന്നു. ഒറ്റ ട്രിപ്പിൽ കഴിയില്ല കേട്ടോ. നമ്മൾ എഴുന്നേറ്റപ്പോൾ വീണ്ടും പുതിയ ആൾക്കാർ വന്നിരിക്കുന്നു. ഇനി ഇവിടുന്ന് നേരെ ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൻ്റെ ആ പരിസരത്ത് പോകാം. അവിടെ പോയി ദേവിയെ കണ്ട് പ്രാർത്ഥിക്കണം, അമ്മയെ കണ്ട് പ്രാർത്ഥിക്കണം. ഒരുങ്ങിയിരിക്കും അല്ലേ? അടിപൊളി. ഉള്ളിലേക്കൊന്നും അധികം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ ചുറ്റുവട്ടമൊക്കെ എടുക്കാം. അവിടെ 1000 തിരിയുള്ള ദീപമല്ലേ മോനെ അവിടെ ഉള്ളത്? അത് കത്തിക്കും. പിന്നെ നാളെ കെട്ടുകാഴ്ച വന്ന് നിൽക്കുന്ന കണ്ടം കാണാം. ആണോ? കാഴ്ചക്കണ്ടം കാണാം അവിടെ, ആ ഭാഗമൊക്കെ. ഇവിടെ നിന്നും നമ്മൾ ക്ഷേത്ര പരിസരത്തേക്ക് പോവുകയാണേ. നല്ല ക്രൗഡുണ്ട്. കുറേ പേര് കഴിച്ചിട്ട് പോകുന്നവരും അല്ലാണ്ട് കഴിക്കാനുള്ള അടുത്ത ടേൺ ഇരിക്കാനുള്ളവരും ഒക്കെ ആയിട്ടൊരു നല്ല തിരക്കല്ലേ? സന്തോഷം. കാണാനും മണിക്കുഞ്ഞമ്മയൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ കാണുന്ന കേട്ടോ. അവിചാരിതമായിട്ട് നമ്മൾ അന്നല്ല, അവിചാരിത. രശ്മിക്ക് അറിയായിരുന്നു, പറയാതെ കൊണ്ടുവന്നത് മണിക്കുഞ്ഞമ്മയെ. ഞാൻ വരുന്നൊന്നും പറഞ്ഞില്ലായിരുന്നു. പന്തളത്ത് പോയാൽ കുഞ്ഞമ്മയെ കാണാം. അതെ, ദിവസം അങ്ങോട്ട് വരാം. ഓക്കെ. ഇടയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ ഇറങ്ങിയിട്ടാണ് പോകുന്നത് ചിലപ്പോൾ. അങ്ങനെ അമ്മയുടെ കുടുംബത്തിൽ അങ്ങനെ നമ്മുടെ ശരിക്കും നമ്മുടെ രീതി അനുസരിച്ച് അല്ലേ, അമ്മയുടെ വീടാണല്ലോ കുടുംബം എന്ന് പറയുന്നത്. ഈ നായന്മാരുടെ ഒരു രീതി അനുസരിച്ച് അങ്ങനെ വരിക. അമ്മ സൈഡാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മാവേലിക്കര, ഓമല്ലൂർ. ശരിക്കും ഓമല്ലൂരാ അല്ലേ? അവിടെ നിന്നല്ലേ നമ്മുടെ കുട്ടിയമ്മ ഇങ്ങോട്ട് വന്നേ, ഗ്രാൻഡ് മദർ. സാമ്പ്രാണി ഇല വെച്ച് ദേവിക്കുള്ള പട്ട്, എണ്ണ, സാമ്പ്രാണി, കർപ്പൂര, ചന്ദനത്തിരി എല്ലാം ഉണ്ട്. ചെട്ടികുളങ്ങര ദേവിയെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നാളെ ഈ പ്രദേശത്ത് അടുക്കാൻ പറ്റില്ല, കാര്യം നാളെയാണ് ഭരണി ദിവസമാണ്. ഇപ്പോഴും തിരക്കിന് കുറവൊന്നുമില്ല, അകത്ത് നല്ല തിരക്കുണ്ടല്ലേ. 13 കരകൾ ഉൾപ്പെടുന്നതാണ് ഈ ക്ഷേത്രം. ഈരേഴ് തെക്ക്, ഈരേഴ് വടക്ക്, കൈത തെക്ക്, കൈത വടക്ക്, കണ്ണമംഗലം തെക്ക്, കണ്ണമംഗലം വടക്ക്, പേള, കടവൂർ, ആഞ്ഞിലിപ്ര, മറ്റം വടക്ക്, മറ്റം തെക്ക്, മേനാമ്പള്ളി, നടക്കാവ്. ഇങ്ങനെ വരുന്നു 3 കരകളുടെ പേര്. ഈ ക്ഷേത്രം ശ്രീ ആദിശങ്കരന്റെ ശിഷ്യനായ പത്മപാദ ആചാര്യരാൽ സമർപ്പിക്കപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആദിപരാശക്തിയായ ചെട്ടികുളങ്ങര ഭഗവതി കൊടുങ്ങല്ലൂർ അമ്മയുടെ മകളാണെന്ന്, അതായത് ചൈതന്യമാണെന്നാണ് സങ്കല്പം. ചെട്ടികുളങ്ങര ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിനെ കുറിച്ച് ചെറിയൊരു ഐതിഹ്യം ഞാൻ പറയട്ടെ. ഓണാട്ടുകരയിലെ 4 പ്രമാണിമാർ തൊട്ടടുത്ത ഗ്രാമമായ കൊയ്പ്പള്ളി കാരായ്മ കുറങ്ങാട്ട് കാരണവരുടെ അധീനതയിലുള്ള ദേവീ ക്ഷേത്രത്തിലെ ഉത്സവം കാണാൻ പോകുന്നു. എന്നാൽ ഈ പ്രമാണിമാരെ കൊയ്പ്പള്ളി കാരായ്മ ദേശത്തെ നാട്ടുപ്രമാണിയും കൂട്ടരും അധിക്ഷേപിക്കുന്നു. അധിക്ഷേപത്തിൽ മനംനൊന്ത പ്രമാണിമാർ ഉത്സവം മുഴുവൻ കാണാതെ ചെട്ടികുളങ്ങരയിലേക്ക് തിരിച്ചു മടങ്ങുകയാണ്. വഴിമധ്യേ പരിഹാരം ചിന്തിക്കുകയും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെത്തി ഭഗവതിയെ തൊഴുത് അഭയം പ്രാപിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു.
തുടർന്ന് 4 പ്രമാണിമാരും കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെത്തി വ്രതാനുഷ്ഠാനത്തോടുകൂടി ഭജനയിരിക്കുന്നു. ഇതേ തുടർന്ന് കൊടുങ്ങല്ലൂർ അമ്മ ഈ പ്രമാണിമാർക്ക് ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടിലൂടെ ഒരു വാളും ചിലമ്പും സാന്നിധ്യമറിയിച്ച് നൽകുകയും ചെയ്യുന്നു. താമസം വിന സങ്കടം നിവർത്തി വരുത്തി രക്ഷിച്ചു കൊള്ളാമെന്ന് അരുളിപ്പാട് ഉണ്ടാവുകയും ചെയ്യുന്നു. സംതൃപ്തരായ കരനാഥന്മാർ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ വാളും ചിലമ്പുമായി ചെട്ടികുളങ്ങര ദേശത്തേക്ക് തിരിച്ചെത്തുന്നു. ഓണാട്ടുകരയിലെ പ്രസിദ്ധ കണിയാർ സമുദായത്തിലെ ജ്യോതിഷ പണ്ഡിതനായ മങ്കുഴി കണിയാരുടെ പ്രശ്നത്തിൽ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ സാന്നിധ്യം തെളിയുന്നു. തുടർന്ന് ഓടനാട് നരിയങ്ങ മണ്ണൂർ കൊട്ടാരത്തിൽ വിവരം ധരിപ്പിക്കുകയും ചെട്ടികുളങ്ങര ക്ഷേത്ര നിർമ്മാണത്തിന് ഇരവി മാർത്താണ്ഡവർമ്മൻ രാജാവ് ഉത്തരവിടുകയും ചെയ്യുന്നു. ഈ കരപ്രമാണിമാരെ തന്നെ നിർമ്മാണ ചുമതലയും ഏൽപ്പിക്കുന്നു. അങ്ങനെ ചെട്ടികുളങ്ങര ഭഗവതിയുടെ ക്ഷേത്രം ഇവിടെ സ്ഥാപിക്കപ്പെടുന്നു. തുടർന്ന് പ്രസിദ്ധമായ കുംഭഭരണി മഹോത്സവം ആരംഭിക്കുന്നു. അങ്ങനെ ചെട്ടികുളങ്ങര ഭഗവതിയെ അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചു. നല്ല തിരക്കൊണ്ടിരുന്നു. നാളെ പിന്നെ ഇങ്ങോട്ട് കാലെടുത്ത് കുത്താൻ പറ്റും തോന്നുന്നില്ല. എന്തായാലും അമ്മേ നാരായണ നമ്മളിവിടെ വന്ന് പ്രാർത്ഥിക്കുക, ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നാളത്തേക്കുള്ള തയ്യാറെടുപ്പുകളാണ് ഇതിൻ്റെ എല്ലാം. ഞാൻ നിൽക്കുന്നതിൻ്റെ ഈ കാണുന്ന ഭാഗമാണ് ഇവിടുത്തെ കാഴ്ചക്കണ്ടം. എല്ലാ കെട്ടുകാഴ്ചകളും പിന്നെ തേരും അതുപോലെ ഭീമനും ഹനുമാനും ഒക്കെ ഇവിടെ 13 കരയുടെയും കെട്ടുകാഴ്ചകൾ എല്ലാ കാര്യങ്ങളും ഇവിടെയാണ് വന്ന് നിരന്ന് നിൽക്കുന്നത്. ഇവിടെ എല്ലാം ഒരു ജനസമുദ്രമായിരിക്കും. എനിക്കിപ്പോൾ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നുണ്ട്, നാളെ ഇങ്ങോട്ട് വരാൻ പോലും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതൊരു വലിയ ഗ്രൗണ്ടാണ്. ദിസ് ഇസ് ദ കാഴ്ചക്കണ്ടം എന്ന് അതിനെ പറയാം. ദേവിയുടെ അവിടെയാണ് ഭഗവതിയുടെ ക്ഷേത്രം. കംപ്ലീറ്റ് എന്താ പറയുക, ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് ഇത്. കുറേ ദിവസം 7 ദിവസമായിട്ട് നാളെയാണ് എൻ്റെ പരിസമാപ്തി, 7th ഡേ. അപ്പോൾ ഈ റോഡ് ഇങ്ങനെ നടന്നാൽ കംപ്ലീറ്റ് 2 സൈഡിലും ബലൂണും അങ്ങനെ ഈ എന്താ പറയുക കുട്ടികളുടെ ടോയ്സൊക്കെ വിൽക്കുന്ന ഇതുപോലെ കണ്ടില്ലേ, പുള്ളിക്കാരുടെ തലയിൽ ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ചിട്ട് വന്നത്. ഇതൊക്കെയാണ് ഈ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ മാസ്ക് അങ്ങനത്തെ ഒക്കെ കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഇത് നോക്കിയേ, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ. അത് ഒരെണ്ണം തന്നെ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നു. നൈസ്. എങ്ങനെയുണ്ട്? ഇവിടെ സരസ്വതി മോളുടെ ഫ്രണ്ടിൽ ഇത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ മോളുടെ റിയാക്ഷൻ അറിയാലോ. നന്നായിട്ടുണ്ട്. 100 രൂപ. ഓക്കെ, എടുത്തോളൂ ഒരെണ്ണം. ഇത് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനും പറ്റുമല്ലോ അല്ലേ? ഓക്കെ, അല്ല ബാറ്ററി തീർന്നു പോകുമല്ലോ. ഇതാണല്ലേ, ഓഫ് ആവുന്നില്ല. ഓക്കെ. ഇതെല്ലാം സരസ്വതി മോളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. ഇതെങ്ങനെ ഓഫ് ചെയ്യണേ? ഇതും പ്രസ് തന്നെ അല്ലേ? ഓക്കെ, ഫുൾ ലൈറ്റിൻ്റെ കളിയാണ്.